ഞാൻ ഇന്ന് പുറത്ത് പോയിട്ട് എനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ടാണ് എനിക്ക് വേണ്ടി ഇത് എടുത്തു പോകുന്നത്. ആദ്യം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാസ്കിംഗ് ടേപ്പാണ്. ഇത് അത്യാവശ്യമായിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്കോച്ചിന്റെ ഒരു ക്ലിയർ ടേപ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗമ്മിന്റെ സ്റ്റിക്കാണ്, ഫെവി സ്റ്റിക്കായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു B7000ന്റെ ഒരു ഗമ്മ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉള്ളത് കുറച്ച് തീരാനായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പുതിയത് വാങ്ങിയതായിരുന്നു. പിന്നെ ഒരു ക്രേപ്പ് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഒരു വുഡൻ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എഡ്ജ് കുറച്ച് ഷാർപ്പായിട്ടുള്ളതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പിങ്ക് കളറിലുള്ള ഒരു സാറ്റിൻ റിബൺ കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വീതി കുറഞ്ഞ നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് റിബണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അൺബോക്സിങ് ചെയ്യാൻ നേരത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കട്ടറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒരു ജൂട്ട് ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരെണ്ണമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യണ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പിയില്, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലൂ ഗണ്ണിന്റെ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 4 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് 10 രൂപ 5 രൂപ എന്തോ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പെയിന്റ് ചെയ്യാൻ നേരത്തൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റ് പെയിന്റിന്റെ വലിയൊരു ടിന്ന് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെറുത് വാങ്ങിച്ചിട്ട് എന്തോ അങ്ങനെ തികയുള്ള പെട്ടെന്ന് തീർന്നു. പിന്നെ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു ടേപ്പ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റെമ്മിൽ ഒട്ടിച്ചു കൊടുക്കുന്ന ആ ഒരു ടേപ്പ്. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ OHB ഷീറ്റ് എന്നൊക്കെ പറയൂലേ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കട്ടിംഗ് മാച്ചാണ്. എൻ്റെ ഉണ്ടായിരുന്ന A4 ആയിരുന്നേ, അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ A3 നോക്കിയിട്ട് വലിയ നോക്കിയിട്ടാണ് കുറച്ച് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതിൽ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ബ്രൗൺ കളർ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ജ്വല്ലറി ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഐവറി ഷീറ്റ്സ് നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഉണ്ടോ. ഇതെല്ലാം കൂടാതെ ഞാൻ കുറച്ച് ബട്ടർ പേപ്പർ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ബ്രൗൺ പേപ്പറിനകത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ. എല്ലാ മാസവും എനിക്ക് വേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കാറുള്ളതാണ്.